Hello guys, welcome back to my YouTube channel. കടയിന്ന് വാങ്ങിക്കണോ ഞാൻ വെക്കണതാണോ ടേസ്റ്റ്? താ എന്റെ കട്ട്ലേറ്റും കിട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെരുന്നാളും നോമ്പൊക്കെയാണ്. അപ്പം വെറുതെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം കട്ട്ലേറ്റ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞാനങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി പരിചയമൊന്നുമില്ല, എന്നാലും പരീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. നോക്കിയാൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ അടുത്ത് നമ്മൾ ഒരു പാർക്കുണ്ട്, അഭിഷക്കാര പാർക്ക്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നൊരു പാർക്കാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു, ഇപ്പോൾ പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എന്താണ് ജാനിക്കുട്ടീനെയും കൊണ്ടുവന്ന് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടത്. ഇനി ഇതും വെച്ച് തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയൊക്കെ കറി ചെയ്യുന്നൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മാറ്റും, വേറെ ഡ്രസ്സ് ഇട്ട് പോവും. അപ്പം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മൂടിക്കിടക്കുവാണ്. മഴയല്ല വെയിലല്ല, ഭയങ്കരമായിട്ട് ഒരുമാതിരി ക്ലൈമറ്റ്. അപ്പം എന്തായാലും അവൾക്ക് സ്കൂളൊക്കെ തുറക്കാനായിട്ട് ഏപ്രിൽ 6-ാം തീയതി എന്നാണ് പറയണത്. ഇവിടെ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കറിയില്ല എന്താവുന്നു. നമുക്ക് പോകാൻ പറ്റിയത് ഈ അടുത്ത് കുറച്ച് സ്ഥലങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ, ആ വീഡിയോയും കൂടി ആഡ് ചെയ്യേ. എന്നാൽ പിന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. തന്നെ ചിക്കൻ ചെറിയ പീസാക്കി വെച്ചു, പിന്നെ സവാള എടുത്തു, പിന്നെ വെളുത്തുള്ളി എടുത്തു, ഇഞ്ചി എടുത്തു, പിന്നെ ചിക്കനിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് 1 സ്പൂൺ വെച്ചിട്ട് കേട്ടോ. ആ നേരം കൊണ്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ട് കുക്കറിൽ. എന്നിട്ട് നമ്മൾ ആ ചിക്കനിൽ അതൊന്ന് വേവിച്ചു കേട്ടോ. ആ വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. ചിക്കൻ ഒരു 10-15 മിനിറ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടോ. അങ്ങനെ അതിൻ്റെ ചൂടായപ്പോൾ ഞാൻ മിക്സിയിൽ റെഡി അടിച്ചിട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് നമ്മുടെ സവാള കുക്ക് ചെയ്യണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ സവാള ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വാട്ടി. ഉലർത്താന്നൊക്കെ പറയും, ഞങ്ങളിവിടെ ഉലർത്താന്ന് പറയാം. ഇങ്ങനെ ഇട്ട് വാട്ടണേന് അങ്ങനെ നിങ്ങളിവിടെ എന്താ പറയുക. അപ്പം അങ്ങനെ കുറച്ച് നേരം ഒരു റെഡ് കളറൊക്കെ ആവണ വരെ നമ്മളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇത് റെഡ് കളറൊക്കെ ആയി വരുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഉടച്ചു. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നില്ല, അതൊന്ന് വെറുതെ ചൂടാക്കി എന്നിട്ട് വേണം മിക്സിയിലടിക്കാൻ. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തു, എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അതിലേക്കില്ലേ സവോള വാട്ടിയിൽ നമ്മൾ കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്തു. എത്ര വേണം അത്ര അനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ശേഷം ഇട്ടുള്ളൂ, ജാനിക്കുട്ടിക്കും കൊടുക്കണോണ്ട്. പിന്നെ അതിന് സമാധാനം കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ടോ, ചൂടൊക്കെ ആറണ്ടേ അതിന് വേണ്ടിയിട്ട്. ആ നേരം കൊണ്ട് നമ്മൾ നേരത്തെ ബ്രെഡ് എന്താ പറയുക ചൂടാക്കണ്ടായിരുന്നില്ല, അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഈ സവാളയുടെ ഈ മസാലയൊക്കെ നമ്മൾ ഒന്നും കൂടി ഒരുമിച്ചിട്ട് കുഴച്ച് പരത്തി വെച്ചു കേട്ടോ. പിന്നെ 2 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചു. കാരണം അതിലേക്ക് മുക്കിയിട്ട് വേണം നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് വേണം നമുക്ക് വറുക്കാനായിട്ട്. അപ്പം അത് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഈസിക്കായിട്ട് അവിടെ വെച്ചു, അതിൽ മുക്കി. പിന്നെ നമ്മൾ ബ്രെഡിലും ഇതാക്കിയിട്ട് വറക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ഇതിൽ. നമ്മൾ ട്രൈ ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു പഠിക്കുക. അങ്ങനെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് ടേസ്റ്റായിട്ട് തോന്നി. ഇനി ഇത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണം. ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി, കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പം നമ്മുടെ സമയത്ത് ചേച്ചിക്കും അരിഞ്ചാനും ഒക്കെ കൊടുക്കാറുണ്ട്. ചേച്ചി ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കോഴിക്കൊണ്ട് തരേ കുട്ടിയൊന്ന് കൊടുക്കാം ലാസ്റ്റ്. ജാനിക്ക് വേണോ? ജാനി ഇച്ചിരി തരാം കേട്ടാ, ഇച്ചിരി തരാം. എങ്ങനെയുണ്ട്? കടയിന്ന് വാങ്ങിക്കണോ ഞാൻ വെക്കണതാണോ ടേസ്റ്റ്? താ എന്റെ കട്ട്ലേറ്റും കിട്ടാ. ഇല്ല പപ്പയ്ക്ക് ഇല്ല. സംഭവം കൊള്ളാം, പക്ഷെ കടന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ്
അങ്ങനെയൊക്കെ പറയും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. നമ്മളുണ്ടല്ലോ നമ്മളെ കഴിവിനെ നല്ലോണം അങ്ങ് വിശ്വസിച്ച് വേണം ഓരോന്ന് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പാർക്കിൽ പോകണം. അപ്പം ജാലിക്കുട്ടി ഞാനും ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുവാണേ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി, ഞാൻ പറഞ്ഞില്ലേ അത് ഉണ്ടാക്കി വന്നപ്പിക്കേണ്ട ഡ്രസ്സുമൊക്കെ ആകെ ചീത്തയാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നു പോകാനുള്ളൂ കേട്ടോ, ഒരു 6-7 മിനിറ്റ് ഉള്ളൂ നടക്കാനായിട്ട്. അപ്പം എന്താ നമ്മൾ നടക്കുവാണ്. ഇരുട്ടായില്ലേ? എവിടേക്ക് ജാനി? പാർക്കിലാ? നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരു ക്ലിനിക്കാണ് കേട്ടോ ഇത്, ആസ്റ്ററിൻ്റെ. ഇതാണ് അഭിഷേക്കാര പാർക്ക്. പാർക്കിൽ നല്ല തിരക്ക്. ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഉണ്ടല്ലോ അത് നോക്കി പൂരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമുക്കൊന്നും ഒരു ഊഞ്ഞാല് പോലും കിട്ടിയില്ല, അത്രയും തിരക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെക്കേഷനാണ് ഇപ്പോൾ. അപ്പം എല്ലാ പിള്ളേരും ഈ പാർക്കിലാണ്. പിന്നെ കുറേ നാളായിട്ട് ഈ പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ എന്താ എല്ലാ പിള്ളേരും ഒരു ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ രാത്രി ഇത് പൂട്ടാറാവുമ്പോഴാണ് പോവുക. പിന്നെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ ഇറക്കി അങ്ങോട്ട് വിട്ടു കേട്ടോ. പുള്ളിക്കാരി അതും ഇതുപോലൊക്കെ കയറി ഇങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇരുട്ടായി തുടങ്ങി കേട്ടോ. പിന്നെ പ്രയറിൻ്റെ ടൈമൊക്കെ ആയി. പിന്നെ എന്താ നോമ്പ് തുറ ടൈമല്ലേ, അപ്പം കുറേ പേര് വന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പാർക്കിൽ നിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. പക്ഷേ ജാനിക്കുട്ടി വരണുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഒരേ തമ്മ കയറണം, പിടിക്കണം, ഒന്നും കിട്ടണമില്ല കൊച്ചിന്. പിള്ളേർ അത്രയും തിരക്കായതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. എന്നിട്ടും തിരക്കൊട്ടും കുറവില്ല, കൂടുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിർബന്ധിച്ച് അവളെ അതിൽ നിന്ന് ഇറക്കിയിട്ടാണ് കേട്ടോ, പിടിച്ചും വലിച്ചുമാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നൊരു സംഭവമുണ്ടേ, ദഹി സമൂസ ചാട്ട് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് കഴിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ആക്കുന്നൊരു സാധനം. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചു. ഇതാണ് സാധനം. അയ്യോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം അത് കഴിച്ചു. അങ്ങനെ പോയി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ കാണാതെ ബൈ.